മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞ കടകൾ ഒഴിപ്പിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും പാളയം മാർക്കറ്റും ഒക്കെ പറയുമ്പോഴേക്കും LDF CPM ഒരു വിഷമവും വേദനയും അങ്കലാപ്പൊക്കെ ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കാം. സ്വാഭാവികമാണ്. ഞാൻ ഇതുവരെ അങ്ങനെ തുറന്നു പറഞ്ഞിട്ടില്ല. വളരെ വലിയൊരു വരുമാന ചോർച്ച അവരുടെ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇങ്ങനെ നല്ല ഫ്ലോ ആയിരുന്നു ഫണ്ടിന്റെ, നല്ല ഫ്ലോ ഉണ്ടായിരുന്നു ഫണ്ടിന്റെ. ആ ഫണ്ടിന്റെ ഫ്ലോ ഒക്കെ നിൽക്കുമ്പോൾ ഒരു ആശങ്കയുണ്ട്. അത് കോർപ്പറേഷന്റെ ചെലവിൽ ആ ഫണ്ട് വേണ്ട. കോർപ്പറേഷന്റെ ചെലവിൽ ആ ഫണ്ട് ഇനിയിപ്പോൾ എത്ര അവിശ്വാസം വന്നാലും കോർപ്പറേഷന്റെ പ്രോപ്പർട്ടിയിൽ നിന്നും ഫണ്ട് ഈടാക്കാനുള്ള അല്ലെങ്കിൽ ഫണ്ട് സമ്പാദിക്കാനുള്ള പരിപാടി ഇനി നടക്കുന്നുണ്ട്. ജനങ്ങൾ അതിനെതിരായിട്ടുള്ള വിധിയെഴുത്താണ് നടത്തിയിരിക്കുന്നത്. പക്ഷേ ഈ കോൺഗ്രസും UDF എന്തിനാണ് വേദനിക്കുന്നത് എന്നുള്ള കാര്യമാണ് മനസ്സിലാകാത്തത്. CPM ഇങ്ങനെ പ്രതിസന്ധിയിലാകുമ്പോഴേക്കും കോൺഗ്രസ് അപ്പോഴാണ് അതിന്റെ രാഷ്ട്രീയം. അതിൽ വളരെ സന്തോഷം നമുക്കുണ്ട്. കാരണം ഇന്ത്യ മുന്നണി കേരളത്തിൽ യാഥാർത്ഥ്യമാവുകയാണ്. ഡൽഹിയിലും ഇങ്ങനെ ആയിരുന്നു. ഇപ്പോ ഡൽഹിയിൽ എന്തായിരുന്നു? അടൽ ബിഹാരി വാജ്പേയിയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ വേണ്ടി ശ്രീ ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ നേതൃത്വത്തിൽ CPM LDF കോൺഗ്രസിന് പിന്തുണ കൊടുത്തു. അങ്ങനെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അധികാരത്തിൽ വരുന്നത്. അങ്ങനെ കോൺഗ്രസ് ആദ്യം നീട്ടിയ കരത്തിലേക്ക് CPM പിടിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഡൽഹിയിൽ ഈ സഖ്യം കോൺഗ്രസ് CPM സഖ്യം തുടങ്ങുന്നത്. അതിനുശേഷം അവർ പല ന്യായീകരണവും കൊടുത്തു. പക്ഷേ ഒരു കാര്യം CPM മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ CPM ആരംഭിച്ചപ്പോഴേക്കും അവർക്ക്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 64 എംപിമാരുണ്ടായിരുന്നു. അന്ന് നമ്മുടെ സമ്പത്ത് MP രാജേഷ് MP ആയിരുന്നു. പക്ഷേ കോൺഗ്രസിനെ പിന്തുണച്ച് ഇന്ന് അവരുടെ എംപിമാരുടെ എണ്ണം എത്രയാണ്? അന്ന് അവർക്ക് നിരവധി സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ടായിരുന്നു. ഇന്ന് അവരുടെ സംസ്ഥാനങ്ങളിലെ ഭരണം വട്ടപൂജ്യമാണ്. അപ്പൊ കോൺഗ്രസ് നീട്ടുന്ന കരങ്ങളിൽ CPM ആദർശം വെടിഞ്ഞ് എന്ന് കൈകൊടുത്തിട്ടുണ്ടോ അതിനുശേഷം CPMന്റെ വളർച്ച പടവലങ്ങിയ പോലെ, അല്ലെങ്കിലും അങ്ങനെ ആവും, എങ്കിലും അതിനുശേഷം വളരെ വേഗത്തിൽ പടവലങ്ങിയ പോലെ ആയി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കേരളത്തിൽ പ്രതീക്ഷിക്കുന്ന കോൺഗ്രസ് CPM സഖ്യകക്ഷി രാഷ്ട്രീയം കേരളത്തിൽ ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ പ്രാവർത്തികമാക്കുന്നു. അതിന് തിരുവനന്തപുരം രാഷ്ട്രീയ തലസ്ഥാനമായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ആരംഭിക്കുന്ന സന്തോഷമുണ്ട്. നിങ്ങൾ കേട്ടില്ലേ? ഇന്ന് ഞായറാഴ്ചയല്ല, മേയർ ലീവ് എടുത്ത് വീട്ടിൽ പോയിട്ട് ഇരിക്കുകയല്ല. അതല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം ഇടതും വലതും കൂടി UDF LDF കൂടി BJP ഭരണത്തിനെതിരെ അട്ടിമറിക്കാനൊക്കെ വരുന്നു എന്ന് ഭയന്ന് എങ്ങോട്ടെങ്കിലും ഓടി ടെൻഷൻ അടിച്ച് നടക്കുകയല്ല. കേരള ജനതയ്ക്ക് മുന്നിൽ, കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങൾക്ക് മുന്നിൽ ജനാധിപത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് VV രാജേഷ് നട്ടല് നിവർത്തിക്കൊണ്ട് ഓരോ ചോദ്യത്തിനും മറുപടി പറഞ്ഞ് മണിക്കൂറുകളോളം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇരിക്കുന്ന സുന്ദരമായ കാഴ്ച നിങ്ങൾ ഈ കണ്ടിട്ടുള്ളത്. ഞാൻ അതിലൊരു ചെറിയൊരു ഭാഗം മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അതിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇടത് UDFനെ കോൺഗ്രസിനെ ഇടതെന്ന് പിന്തുണയ്ക്കൽ തുടങ്ങിയോ അന്ന് മുതലാണ് ഉപ്പുവെച്ച കലം പോലെ രാജ്യത്ത് CPM ആയിട്ടുള്ളത്. അതൊരു യാഥാർത്ഥ്യം തന്നെയല്ലേ? എന്ന് CPM കോൺഗ്രസിനെ നമുക്കറിയാം. ഇത്തവണത്തെ 8 നിലയിൽ കോൺഗ്രസ് ഈ പറയുന്ന CPM പൊട്ടിയത് എങ്ങനെയാ? കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ, BJPയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിനെ പിന്തുണയ്ക്കൽ അങ്ങ് തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് സീറ്റുകളൊക്കെ BJP ജയിക്കുന്നത് ഇല്ലാതെയായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെങ്കിലും അതിനേക്കാൾ അപ്പുറം CPM എടുക്കാനില്ലാത്ത അവസ്ഥയിലേക്ക് ഭരിച്ച കേരളത്തിൽ അവരെത്തിയിട്ടില്ലേ? ഇതൊക്കെ ഒരുപാട് അണികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും CPM നേതാക്കന്മാർക്ക് കഥ വെച്ചിട്ടില്ല. ഇപ്പോഴും കോൺഗ്രസിന്റെ മൂടും താങ്ങി നടക്കുക. കോൺഗ്രസിന് എന്ന് മൂട് താങ്ങൽ തുടങ്ങിയോ അന്ന് മുതലാണ് ഈ രാജ്യത്ത് CPM ഉപ്പ് വെച്ച കലം പോലെ ആയിട്ടുള്ളത്. ഇപ്പൊ ശബരിനാഥ് CPMന്റെ കൊള്ളയും തട്ടിപ്പും വെട്ടിപ്പും VV രാജേഷ് ദിനം പ്രതി ഇങ്ങനെ തെളിവ് സഹിതം ഇങ്ങനെ നിരത്തൽ തുടങ്ങിയപ്പോഴേക്ക് ശബരിനാഥ് ചാടി വീഴുന്നു. അവിശ്വാസ പ്രമേയം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഭരണത്തെ അട്ടിമറിക്കാൻ ഈ പറയുന്ന കോൺഗ്രസിന്റെ മുന്നണിക്ക്, ഈ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDFന് പകുതി സീറ്റ് ഉണ്ടോ ഈ കോർപ്പറേഷനിൽ? ഇല്ല. അതേസമയം ഈ പറയുന്ന ഇടതുപക്ഷത്തിന് ഇവർ ഒരുമിച്ച് നിന്നാൽ, ഈ പറയുന്ന LDFും UDFും ഒരുമിച്ച് നിന്നാൽ BJPക്ക് അപ്പുറം സീറ്റില്ല. അവിടെ നിന്നും സ്വതന്ത്രന്മാരെ ഉൾപ്പെടെ കൂട്ടുപിടിക്കണം. എന്നാലേ ഈ അവിശ്വാസ പ്രമേയത്തിൽ ഒന്ന് വിജയിക്കാൻ സാധിക്കൂ. അപ്പോ ജനങ്ങളെ വിഡ്ഢികളാക്കുക. UDFനും LDFനും വോട്ട് ചെയ്ത് പാമ്പും കീരിയും പാമ്പ് പോലെ അടികൂടിപ്പിച്ച കോൺഗ്രസിന്റെ അണികളെയും CPMന്റെ അണികളെയും മണ്ടന്മാരാക്കിയിട്ട് കോൺഗ്രസും CPMും കൂടി ഒരുമിച്ച് ഇപ്പൊ BJPയെ പൊട്ടിക്കാൻ നിൽക്കുക. BJP ഇതൊക്കെ പ്രതീക്ഷിക്കുന്നില്ല എന്നാണോ ഇത്തരം ഈ പാർട്ടികളുടെ നേതാക്കന്മാർ കരുതുന്നത്?
വി രാജേഷ് കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്, ഞങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഭരണത്തിലേക്ക് എത്തിയത്. ഈ ഉമ്മാക്കിയൊന്നും അവിശ്വാസ പ്രമേയമൊന്നും ഒരു ഉമ്മാക്കിയും കാട്ടി ഞങ്ങളെ പേടിപ്പിക്കാൻ നിൽക്കേണ്ട എന്നുള്ളത്, ഞങ്ങളൊട്ട് പേടിക്കാനും പോകുന്നില്ല എന്നുള്ളത് കൃത്യമായിട്ട് വി രാജേഷ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2047 വരെ BJP ആണ് തലസ്ഥാന നഗരിയെ ഭരിക്കാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം കൃത്യമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അത് അദ്ദേഹം വെറുതെ പ്രഖ്യാപിക്കല്ല, അത്രത്തോളം ജനങ്ങൾക്കൊപ്പം അദ്ദേഹം നിൽക്കുക. രാത്രി 11 മണി വരെ കോർപ്പറേഷൻ തുറന്നിട്ടിരിക്കുക. കേരളത്തിൽ മറ്റൊരു കോർപ്പറേഷൻ ഓഫീസിലേക്കോ വി രാജേഷ് നേതൃത്വം കൊടുക്കുന്ന കോർപ്പറേഷനിൽ കയറി ചെല്ലുന്നത് പോലെ ചെല്ലാൻ സാധിക്കാറില്ല. അല്ലെങ്കിൽ കേരളത്തിൽ എത്ര മേയർമാരുണ്ട് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ മേയറുടെ പേരും അല്ലേ ഈ കേരളത്തിലെ ഭൂരിപക്ഷ ആൾക്കും അറിയൂ എന്നുള്ളത്. മറ്റുള്ളവരൊക്കെ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയേക്കാൾ മികച്ച രീതിയിലാണ് വി രാജേഷ് ജനാധിപത്യം ഉയർത്തിപ്പിടിച്ച് സാധാരണക്കാർക്കൊപ്പം നിന്നുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. പേരെടുത്ത് വിളിക്കും ഓരോ മാധ്യമ പ്രവർത്തകരെയും, എന്നിട്ട് അതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കുക. വളരെ കൂട്ടുപിടിച്ച് ഒരു ഒത്തൊരുമയോട് കൂടിയിട്ട് മാധ്യമങ്ങൾ ഒരു ചോദ്യം ചോദിക്കും, അവിടെ തെരുവ് നായ ശല്യമുണ്ടോ എന്നൊക്കെ ഒരു ചോദ്യം ചോദിക്കും. അതിനൊരു സുന്ദരമായ മറുപടി അദ്ദേഹം കൊടുക്കുക. എവിടെയാണ്, ഏത് സ്ഥലത്താണ്, നിങ്ങൾ പറയൂ, ഞാൻ ഇപ്പൊ തന്നെ അവിടേക്ക് വാഹനത്തെ വിടാം, ഞാൻ ഇപ്പൊ തന്നെ അതിന് മറുപടി തരാം, ഞാൻ ഇപ്പൊ തന്നെ പരിഹാരം തരാം, പറയൂ. റിപ്പോർട്ടർ ചാനലിലെ മാധ്യമ പ്രവർത്തകയോട് അത് പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഏതൊരു വിഷയത്തെ കുറിച്ച് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു സുന്ദരമായ മറുപടി ഉണ്ട്. നിങ്ങൾ പറയൂ, ഞാൻ അവിടേക്ക് എത്തിക്കാം, എവിടെയാണ് സ്ഥലം, ഞാൻ ഇപ്പൊ എത്തിക്കാം, റിപ്പോർട്ടർ ചാനലിന്റെ ഓഫീസിന് മുമ്പിൽ തെരുവ് നായ ശല്യമുണ്ടോ, ഞാൻ അവിടേക്കാൾ എത്തിക്കാം. ഇതാണ് ഒരു ഭരണാധികാരിയിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എവിടെയാണ് എന്താണ് നടക്കുന്നത് എന്നെല്ലാം കാണാൻ ദൈവമൊന്നുമില്ലല്ലോ. ഇതൊരു സാധാരണ നമ്മളെ പോലെ തന്നെയുള്ള ഒരു മനുഷ്യനാണല്ലോ. പക്ഷെ ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം കൃത്യമായിട്ട് സുന്ദരമായിട്ട് അദ്ദേഹം നിലകൊള്ളുന്നുണ്ട്. പ്രശ്നങ്ങൾ പറയൂ, എന്നെ അറിയിക്കൂ, ഞാൻ അതിന് പരിഹാരം കണ്ട. ഇത് കേരള ജനത ഒന്നടങ്കം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ഈ ജനപ്രീതി എങ്ങനെയെങ്കിലും ഇല്ലാതെയാക്കും. വരുന്ന 5 കൊല്ലമൊക്കെ BJP തലസ്ഥാന നഗരിയിൽ ഭരിച്ചു കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ കേരളത്തിൽ BJP 103 സീറ്റുമായിട്ട് വിജയിച്ച് കയറുമോ എന്നുള്ള ഭയത്തിലാ കോൺഗ്രസും LDFും, അതായത് UDFും LDFും കൂടി ഒരുമിച്ച് മീറ്റിംഗ് ഒക്കെ കൂടിയിട്ട് ഡീല് നടത്തിയപ്പോ പുറത്തേക്ക് വന്ന് ഏത് വിധേയം വി രാജേഷിന്റെ ഇമേജ് തകർക്കണം, BJP അങ്ങ് ഇല്ലാതെയാക്കണം, ഭരണമറ്റ്. അതൊക്കെ വ്യാമോഹം മാത്ര. അതിനൊക്കെ തുനിഞ്ഞിറങ്ങുന്ന ആളുകള് സ്വന്തം കൂട്ടത്തിലുള്ള കൗൺസിലർമാരെ പിടിക്കാൻ ഒപ്പം നിർത്താൻ സാധിക്കുമോ എന്നുള്ളൊരു നെട്ടോട്ടോടേണ്ടി വരും. BJPയോട് കളിച്ചാൽ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കേരളത്തിന്റെ യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് BB ഗോപകുമാറാണ്. അദ്ദേഹമാണ് BJPയുടെ പാർലമെന്ററി കക്ഷി നേതാവ്, നിയമസഭാ കക്ഷി നേതാവ്. അദ്ദേഹമല്ലേ ഇനി യഥാർത്ഥത്തിൽ ഇവർ ഇന്ത്യ മുന്നണിയായിട്ട് UDFും LDFും ഇവിടെ ഒരു അവിശ്വാസ പ്രമേയം തലസ്ഥാന നഗരിയിൽ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ മാറി നിൽക്കണം. എന്നിട്ട് അതിന് പകരം ഔദ്യോഗികമായിട്ട് BB ഗോപകുമാറിന് പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം കൊടുക്കണം. ജനങ്ങളോട് എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ അതിന്റെ തൊട്ടു പിന്നാലെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിഞ്ഞിട്ട്, നേതാവെന്ന സ്ഥാനം ഒഴിഞ്ഞിട്ട് അത് BB ഗോപകുമാറിനെ ഏൽപ്പിക്കണം. ജനങ്ങളോട് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ. കാരണം തലസ്ഥാന നഗരിയിൽ അവിശ്വാസ പ്രമേയമൊക്കെ ആയിട്ട് ഇവർ രംഗത്തെത്തിയാൽ സ്വാഭാവികമായിട്ട് ഇന്ത്യ മുന്നണി ഒരുമിച്ചല്ലേ കേരളം ഭരിച്ചു മുന്നോട്ട് പോവാ. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തുള്ള BB ഗോപകുമാറാണ് അവിടെ പ്രതിപക്ഷ നേതാവായിട്ട് വരേണ്ടത്. UDFിനോടും LDFിനോടും ഏതൊരു വിവേകമുള്ള മലയാളിക്കും പറയാനുള്ളത്, തന്റെ ഇടമുണ്ടെങ്കിൽ നിങ്ങൾ അവിശ്വാസ പ്രമേയമായിട്ട് രംഗത്തിറങ്ങൂ. നിങ്ങൾക്കൊന്നും കണ്ടവൈ ഓടാൻ ജനങ്ങളൊരു സ്ഥലം പോലും തരാത്തൊരു അവസ്ഥയിലേക്ക് കേരള ജനത ഈ 2 കൂട്ടരെയും എത്തിക്കുമെന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട.